സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രിമാർക്കും സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിൽ വലിയ വിമർശനമാണ് ഇന്നുണ്ടായത്. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളിൽ കൂട്ടമായി പ്രതിരോധമുണ്ടാക്കുന്നില്ലെന്നും മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തുകയാണെന്നുമൊക്കെ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു. എതിരാളികൾക്ക് ഇത് ആയുധമാകുന്നുണ്ടെന്നും പ്രതിനിധികൾ പറയുന്നു. വിശദമായി പരിശോധിക്കാം എന്തൊക്കെ വിമർശനങ്ങളാണ് പ്രധാനമായും ഇന്ന് ഉയർന്നത് എന്ന്. പൊതുചർച്ചയിൽ വന്നത് പ്രധാനമായിട്ടും എം വി ഗോവിന്ദനെതിരായിട്ടുള്ള വിമർശനമാണ്. അത് മറ്റൊന്നുമല്ല, സ്ഥാനമാനങ്ങൾ കണ്ണൂരുകാർക്ക് മാത്രം നൽകുന്നു എന്നുള്ളൊരു വിമർശനമാണ്. നേരത്തെ തന്നെ പലപ്പോഴും പാർട്ടിയിലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ഇല്ലെങ്കിൽ നേതാക്കൾക്കൊക്കെ ഈ അഭിപ്രായം പണ്ടുമുതലേ ഉള്ളതാണ്. അപ്പം കണ്ണൂരുകാർക്ക് മാത്രം നൽകുന്നു എന്നുള്ളതായിരുന്നു. മറ്റൊന്ന് ഈ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിമർശനം അതാണ്. മറ്റൊന്ന് ഈ മന്ത്രിമാരുടെ പ്രവർത്തനം അത് പോരാ എന്ന് ചർച്ചയിൽ ചില അംഗങ്ങൾ പറയുകയുണ്ടായി. അതാണ്. പിന്നെ മുഖ്യമന്ത്രി ഒഴികെയുള്ള മന്ത്രിമാർ ഈ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. അത് നേരത്തെയും ഉണ്ടായിരുന്നതാണ്. മുഖ്യമന്ത്രിയെ പലപ്പോഴും ഈ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളെ ഒന്നും ഒരു മന്ത്രിമാരും ചെറുക്കുന്നില്ല, മുഖ്യമന്ത്രി മാത്രമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നതിലേക്ക്. പക്ഷേ അപ്പോൾ പോലും മുഹമ്മദ് റിയാസ്, പി രാജീവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കൊക്കെ നല്ല വാക്കുകളും കേൾക്കാൻ സാധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഈ തദ്ദേശ വാർഡ് വിഭജനം ദോഷം ചെയ്തു എന്നൊരഭിപ്രായമുണ്ട്. ഒപ്പം തന്നെ ആശാസമരം ഒത്തുതീർപ്പാക്കാത്തതിന്റെ ഒരു വിമർശനമുണ്ട്. കാരണം ഈ അടിസ്ഥാന വർഗത്തെ പാർട്ടി മറക്കരുത് എന്നാണ് പല പ്രതിനിധികളും പറഞ്ഞിരിക്കുന്നത്. വ്യാവസായിക മേഖലയ്ക്ക് പിന്നാലെ പോകുമ്പോൾ ഈ പരമ്പരാഗത മേഖല അവഗണിക്കപ്പെടുന്നു എന്നൊരു വിമർശനമുണ്ട്. വൻകിട പദ്ധതികൾ മാത്രം പോരാ, പരമ്പരാഗത വ്യവസായങ്ങളെയും തൊഴിലാളികളെയും ഒക്കെ സംരക്ഷിക്കണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സീറ്റിലെ കനത്ത തോൽവി, അങ്ങനെ ആലപ്പുഴയിൽ തോറ്റതിന്റെ കാരണമൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ കയർ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞതുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നൊക്കെയുള്ള ചർച്ചയും വിമർശനവുമൊക്കെ ഉണ്ടായി. പി ചിത്തരഞ്ജൻ MLA ആണ് ആ വിമർശനമെല്ലാം ഉന്നയിച്ചത്. എന്തായാലും ഈ വിമർശനങ്ങളെല്ലാം എങ്ങനെ പരിഹരിക്കും എന്നാണ് ഇനി അറിയേണ്ടത്. പാർട്ടി അത് എങ്ങനെ എടുക്കും, എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിലെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇന്ന് നടന്ന ചർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും സെയ്സൈലാബ്ദീൻ. CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ വിമർശനങ്ങൾക്ക് ഇതുവരെ ഒരു കുറവും ഉണ്ടായിട്ടില്ല. മന്ത്രിമാർക്കെതിരായ വിമർശനം, പാർട്ടി നേതൃത്വത്തിനെതിരായ വിമർശനം, സംസ്ഥാന സെക്രട്ടറിക്കെതിരായ വിമർശനം, സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിമർശനം, അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയാണ് മിക്കവരും സംസാരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ത്രിമാരുടെ പ്രവർത്തനം സംബന്ധിച്ച പൊതു വിലയിരുത്തൽ നടക്കുമ്പോൾ വലിയ തൃപ്തി എല്ലാ അംഗങ്ങളും രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ചയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വിവിധ വകുപ്പുകൾ, അത് മന്ത്രിമാരുടെ പേര് പറയുന്നില്ല എങ്കിലും ചില മന്ത്രിമാർ വേണ്ടത്ര രീതിയിൽ ഉയർന്നില്ല, പ്രതീക്ഷിച്ച നിലവാരം പുലർത്തിയില്ല എന്ന തരത്തിലൊക്കെ പറയുമ്പോൾ ഏതൊക്കെ വകുപ്പുകളാണ് എന്ന് വേണമെങ്കിൽ നേതൃത്വത്തിന് അനുമാനിച്ചെടുക്കാം. എന്നതിനപ്പുറത്തേക്ക് വകുപ്പുകളുടെ പേരൊന്നും പറയുന്നില്ല. പക്ഷേ പ്രവർത്തനത്തിൽ മൊത്തത്തിലൊരു തൃപ്തി അംഗങ്ങൾ രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ കാണാൻ കഴിയുന്ന പൊതുവികാരം. മുഖ്യമന്ത്രി നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്ന് പറയുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. CPM സംസ്ഥാന സെക്രട്ടറി കണ്ണൂർകാർക്കെല്ലാം നൽകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനമായി നമുക്ക് ഇന്നത്തെ ദിവസം കാണാൻ കഴിഞ്ഞത്. ഇന്ന് പൊതുചർച്ച നടന്നു. ഇന്ന് പൊതുചർച്ച രാത്രി അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖയിന്മേലുള്ള ചർച്ച നടക്കും. നാളെ വൈകിട്ട് പൊതുചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി നൽകും. മറുപടി നൽകുമ്പോൾ ചർച്ചയിലുണ്ടായ വിമർശനങ്ങളെ പാർട്ടി നേതൃത്വം എങ്ങനെ കാണുന്നു, അതിനെ ആ മറുപടി പറഞ്ഞത് അവസാനിപ്പിക്കുമോ, അല്ലെങ്കിൽ തിരുത്തൽ വരുത്തേണ്ട സ്ഥലങ്ങളിൽ തിരുത്തൽ വരുത്തുമോ, ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കിട്ടേണ്ടത്. അത് നാളത്തെ വൈകുന്നേരത്തെ മറുപടിയോടുകൂടി എന്തായാലും അതിനകത്തൊരു വ്യക്തത ഉണ്ടാകും. തിരുത്തൽ വരുത്താതെ എന്തായാലും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം പാർട്ടി പ്രതിനിധികളുടെ വിമർശനങ്ങളെ അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വർഷത്തിനപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന ബോധ്യം നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് ചില മേഖലകളിലെങ്കിലും തിരുത്തലുണ്ടാകും. മന്ത്രിമാരെ മാറ്റിക്കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലല്ല, വകുപ്പുകളുടെ പ്രവർത്തനത്തിൽ എന്തൊക്കെ പോരായ്മകളാണ് ഉള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള തിരുത്തലുകൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അത്തരത്തിലൊരു തിരുത്തലാണ് പാർട്ടിയും ഉദ്ദേശിക്കുന്നുണ്ടാകുക. ഇത്രയധികം വിമർശനങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഇനിയുള്ള ചർച്ചകൾ, പ്രവർത്തനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടായിരിക്കാനാണ് സാധ്യത. ഡീകോണിന്റെ സമയം പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം ഔട്ട് ഓഫ് ഫോക്കസ് കാണാം. നമസ്കാരം.